100-ാം വയസ്സിലും പറമ്പിലിറങ്ങി അധ്വാനിക്കുന്ന ഒരാളുടെ വിശേഷങ്ങളാണ്. കോട്ടയം ഉഴവൂർ സ്വദേശി നാരായണേട്ടന്റെ ശ്വാസം പോലും കൃഷിയാണ്. നാരായണേട്ടനെ കണ്ടുവരാം. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തന്റെ വാക്കറുമായി നാരായണേട്ടൻ പറമ്പിലെത്തും. വാക്കറിൽ തൂക്കിയിരിക്കുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് പറമ്പൊക്കെ വൃത്തിയാക്കും. ചെറിയ മൺവട്ടി കൊണ്ട് ആവുന്നത് പോലെ കിളയ്ക്കും. കൃഷികൾക്ക് വെള്ളമൊഴിക്കും. കോട്ടയം ഉഴവൂർക്കാരൻ നാരായണേട്ടൻ അടിമുടി കർഷകനാണ്. 100-ാം വയസ്സിലും ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കർഷകൻ. അച്ഛൻ്റെ കൂട്ടത്തില് ചെറുപ്പം മുതലേ തുടങ്ങി പ്രായം പറയത്തില്ല, പകൽ ഉറങ്ങല്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല. എന്താണ് അത് കാരണം പകലായിട്ട് ക്ഷീണം വരുന്നില്ല. ഉഴവൂർ ഇടക്കോലിയിലെ മലയോര മണ്ണിലൂടെ നടക്കുമ്പോൾ നാരായണൻ തന്റെ പ്രായം മറക്കും. കാലിന്റെ ബലക്ഷയവും കേൾവിക്കുറവും പ്രായം സമ്മാനിച്ചതാണ്. എന്നാൽ ആ പ്രായത്തെ തോൽപ്പിച്ച് നാരായണൻ പറമ്പിലെത്തും. കാലത്ത് പഴങ്ങനെ പിടിക്കും, രാവിലെ വൈകുന്നേരം മിച്ചമുള്ള ചോറ് വെളുപ്പിനെ കഴിച്ചിട്ട് കള കൂട്ടാൻ പോണേ. അല്ലെങ്കിൽ കാലത്തെ ചായയോ കാപ്പിയോ, പിന്നെ 10 മണിയാകുമ്പം കാപ്പി കഴിഞ്ഞായിരിക്കും കാലത്തെ കാപ്പിക്ക് വരാം. മഴയെന്നോ വെയിലെന്നോ ഇല്ല. ആ പറമ്പൊന്ന് കണ്ടാൽ, ആ പറമ്പിലൂടെ നടന്നാൽ നാരായണേട്ടന്റെ മനസ്സ് നിറയും. അന്നും ഇന്നും എന്നും നാരായണേട്ടന് കൃഷിയാണ് എല്ലാം. കൃഷിയെ അത്രമേൽ പ്രണയിച്ച ഒരു നൂറ്റാണ്ട് കാലം കണ്ടു തീർത്ത മനുഷ്യനാണ് നാരായണേട്ടന് മുന്നിൽ എന്ത് പ്രായം, എന്ത് വാർദ്ധക്യം. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജെ, 100 വയസ്സായ ഒരു മുത്തശ്ശനാണ്, പക്ഷെ പ്രായം തളർത്തുന്നില്ല. ഇപ്പോഴും അതേ വാക്കറിലെത്തിയാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെയൊന്നും മാറിയിരിക്കാൻ ആളെന്തായാലും തയ്യാറല്ല. അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? നമ്മളൊക്കെ ഈ 10-30 വയസ്സായപ്പോൾ തന്നെ സൈഡായി, കുറച്ച് നടന്നാൽ തന്നെ തളർച്ചയും തലകറക്കുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ ശരിക്കും അത്ഭുതമാണല്ലേ? ഹിമ, ഏകദേശം രാവിലെ ഒരു 10 മണിയാകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ നാരായണേട്ടൻ്റെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നാരായണേട്ടൻ്റെ കൊച്ചുമകൻ വിശാഖനെ നമ്മൾ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ വിശാഖ് പറഞ്ഞൊരു കാര്യം, ചേട്ടാ നിങ്ങൾ വന്നോളൂ, ഇപ്പോൾ പറമ്പിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ ഒരു 6-6:30 ആയപ്പോൾ പറമ്പിലേക്ക് പോയതാണ്. ഇപ്പോൾ ആ പറമ്പിൻ്റെ എവിടെയൊക്കെ കാണും, 2.5 ഏക്കർ വരുന്ന പറമ്പാണ്. ഈ ആളെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള പരിപാടിയാണ്. കാരണം എവിടേക്കാണ് ഇറങ്ങി പോയതെന്ന് ഒരു പിടിയില്ല. പക്ഷേ നിങ്ങൾ എത്തിക്കോളൂ, ഞാൻ തപ്പി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് ആള് പറമ്പിൽ തന്നെ ഉണ്ട്. ഇത് ആ ദിവസത്തെ മാത്രം കാര്യമല്ല, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി, ഒരു കൃത്യമായി പറഞ്ഞ ഒരു 8.5 പതിറ്റാണ്ടിലധികമായി നാരായണേട്ടൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആ പറമ്പ് തന്നെയാണ്. കാരണം ആ പറമ്പിൽ എവിടെയൊക്കെ ഒരു ഇല അനങ്ങിയാൽ പോലും നാരായണേട്ടനെ അറിയാം എന്ന് തന്നെയാണ് ആ കുടുംബക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഈ പ്രായത്തിലും കൃഷി ചെയ്യാനുള്ളൊരു മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വാക്കറിലാണ് നടന്നു വരുന്നത്. വാക്കറിൽ നടന്നു വരുന്നത് മാത്രമല്ല, ആ വാക്കറിൻ്റെ 2 സൈഡിലും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളവും ചാണകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വാക്കറിലാണ് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ ഒരു വെട്ടുകത്തി വെച്ചിട്ടുണ്ട്. ആ വെട്ടുകത്തി വെച്ച് പറമ്പൊക്കെ തന്നെ കിളയ്ക്കും. ഒരു മൺവട്ടി, ചെറിയൊരു മൺവട്ടിയാണ്. ആ മൺവട്ടി അതിനൊപ്പം തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ പ്രായത്തിൽ 100 വയസ്സെന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ്. കാരണം ആ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തന്നെ നാരായണേട്ടൻ ചെയ്യുന്നുമുണ്ട്. ഈ ചാണകമൊക്കെ കൊണ്ടുവരുന്നത് ഈ കൊച്ചുമകൻ നമ്മുടെ കഥ പറയുന്നുണ്ട്. കാരണം കൊണ്ടുവരുമ്പോൾ ഈ വാക്കറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് സെറ്റ് ചെയ്യാതെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ 2 സൈഡിലും ഒരേപോലെ വെയിറ്റ് ഇടും. കാരണം ഇവിടെ ആണെങ്കിൽ ഒരു 2 സൈഡിലും ഒരു സൈഡിൽ ചാണകമാണെങ്കിൽ അതേ വെയിറ്റുള്ള ചാണകം തന്നെ ഇപ്പുറത്ത് വാക്കറിലും ഒക്കെ വെച്ചാണ് തൊട്ടിയിലൊക്കെ ആക്കിയാണ് നമ്മുടെ നാരായണേട്ടൻ ഈ പറമ്പിലേക്കൊക്കെ തന്നെ എത്തുന്നത്. എന്തായാലും 100 വയസ്സ് പൂർത്തിയായി. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപാണ് 100 വയസ്സ് നാരായണേട്ടന് പൂർത്തിയായത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ തന്നെ ആ വീട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ട്. ഒരു 4 വർഷം മുൻപ് ഒരു വീഴ്ചയിൽ ചെറിയൊരു പ്രശ്നം വന്നതാണ് ഈ കാലിന് പറ്റിയ അബദ്ധം, ഈ പരിക്കെന്ന് പറയുന്നത്. മറ്റ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പ്രായത്തിലും 100 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് പോലും ഈ മണ്ണിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യാൻ കാണിച്ച ഒരു മനസ്സെന്ന് പറയുന്നത് അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, അഭിനന്ദിക്കേണ്ടത്. തീർച്ചയായും പ്രായം വെറും നമ്പർ മാത്രമാണ് എന്ന് തെളിയിച്ച ഒരു മനുഷ്യൻ ഈ 100-ാം വയസ്സിലും എത്ര ചുറുചുറുക്കോടെയാണ് നാരായണേട്ടൻ നിൽക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ വാക്കറിലാണ് നടക്കുന്നത് എങ്കിലും അത്ര പ്രശ്നമൊന്നുമില്ല, അതിനെ അങ്ങ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹാപ്പിയായി കൃഷിയൊക്കെ ചെയ്ത് ഇനി ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ നാരായണേട്ടന് സാധിക്കട്ടെ.